ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അഡീനിയം പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. 2 കപ്പ് മണ്ണ്, ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെറുക്കിയെടുക്കാം കേട്ടോ. 2 കപ്പ് മണലാണ് വേണ്ടത്. മണലില്ലാത്തതുകൊണ്ട് എംസാൻഡാണ് എടുക്കണത് കേട്ടോ. നിങ്ങൾക്ക് മണലുണ്ടെങ്കിൽ മണലെടുക്കാം. കട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. 2 കപ്പ് ഉണങ്ങിയ ചാണകം, ഇതെല്ലാതും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഒക്കെ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ആ പാത്രത്തിന് 2 കപ്പ്. ഇനി ഇപ്പോൾ മെഷർമെൻറ്റ് സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലേക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ എല്ലുപൊടി ചേർക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പോസ്റ്റ് അത് ചേർക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പോട്ട് റെഡിയാക്കാം. പോട്ടിന് 2 ഡ്രെയിനേജ് ഹോളാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ആ 4 എണ്ണം കൂടി ഹോളാക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് അഡീനിയം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഞാൻ 4 ഹോളും കൂടി അത് അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രെയിനേജ് ഹോൾ നന്നായിട്ട് വേണം. കാരണം അതിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബൾബൊക്കെ ചീഞ്ഞ് പോണത് പോലെ കാണാറുണ്ട് കേട്ടോ. ചീഞ്ഞ് പോവലുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം പോട്ടിൽ നിൽക്കാതെ പെട്ടെന്ന് ഡ്രെയിനേജ് ഹോളിൽ കൂടെ പോവണം. അതുപോലെ വേണം നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കിയിട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓടിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഓടിനെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കല്ലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ചകിരി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം പിന്നെ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൾബ് നമുക്ക് പുറത്തേക്ക് കാണണം. സൂര്യപ്രകാശം ഇതിൻ്റെ ബൾബിൽ തട്ടണം. മണ്ണ് ഫുള്ളായിട്ട് ഈ ബൾബിനെ മൂടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും ദിവസം എത്രത്തോളം പോട്ടി മിക്സിലാണ് ഇരുന്നിരുന്നത് അതുവരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ബൾബിൻ്റെ അത്രയും ഭാഗമാണ് ഇതുവരെ കണ്ടിരുന്നത്. അത്ര ഭാഗം തന്നെ നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ചെടീനെ നമ്മൾ ഒരാഴ്ച വെയിലൊന്നും കൊള്ളാതെ തണലത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്തേക്ക് വെക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ചെടികൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ തണലത്ത് വെച്ചേക്കാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഇനി വെയിലത്തേക്ക് വെക്കുള്ളൂ. താങ്ക് യു.